ഓം ശാന്തി. കലിയുഗത്തിൻ്റെ അവസാന സമയം ഓരോ മനുഷ്യന്മാർക്കും അവരുടെ ജീവിതത്തിൻ്റെ കർമ്മക്കണക്കുകളെ തീർക്കാനുള്ള സമയമാണ്. നമുക്കറിയാലോ, പണ്ടത്തെ കാലത്തൊരു കാസറ്റ് ഉണ്ടായിരുന്നു. ആ കാസറ്റിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന 2 റോളിനുള്ളിൽ ഇങ്ങനെ റീല് തിരിയുന്നതായിട്ടുള്ള ഒരു കാസറ്റ്. അതിൻ്റെ അവസാന സമയമായി കഴിഞ്ഞാൽ ആ കാസറ്റ് ഏത് ബി സൈഡിലേക്ക് മാറ്റുക, അതിൻ്റെ ഫുള്ള് ഫോർവേഡ് ഓർ ബാക്ക്വേഡ് കഴിയാനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം അത് ഭയങ്കര ഫാസ്റ്റായിട്ട് കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. ഇൻ ദ സെയിം വേ ഈ കാലചക്രത്തിൻ്റെയും അന്തിമ സമയമാണ്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യന്മാരും അവനവൻ്റെ കർമ്മക്കണക്കുകളെ അതിദ്രുതഗതിയിൽ തീർത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാം. അതുകൊണ്ടാണ് പലപ്പോഴും പല കഠിനമായ സാഹചര്യം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഒരുപാട് കഷ്ടങ്ങൾ ഈ ലോകത്തിൻ്റെ കണ്ണെന്ന് നിങ്ങൾ നോക്കിയേ, ഈ ലോകത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ പോലും ഇത്രമാത്രം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വൺ ബൈ വൺ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടം. അത് വളരെ വിചിത്രമായി നമുക്ക് തോന്നിപ്പോകും. മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഫാസ്റ്റായിട്ടുള്ള റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഓരോ ജീവാത്മാക്കളും അവരുടെ കർമ്മത്തിൻ്റെ കണക്കിന് തീർത്തുകൊണ്ട് അവസാന യാത്രയ്ക്കുള്ളതായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കർമ്മക്കണക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കഥ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു രാജാവിന് 3 മന്ത്രിമാരുണ്ടായിരുന്നു. ഒരു രാജാവ് ഒരു ദിവസം ആ മന്ത്രിമാർ 3 ആളോടും പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നാളെ നിങ്ങളാൽ ശേഖരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പഴങ്ങൾ കൊണ്ടുവന്ന് ശേഖരിച്ച് എനിക്ക് കാഴ്ചവെക്കണം എന്ന് പറയും. അപ്പോൾ ആ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ മന്ത്രിമാർക്ക് രാജാവിനോടതായിരിക്കുന്ന സമർപ്പണം എത്രയുണ്ട് എന്ന് കണ്ടെത്തണമെന്നൊരു ആഗ്രഹം വന്നിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അതിലാദ്യത്തെ ആ മന്ത്രി വിചാരിച്ചു, ഇത് രാജാവിന് കൊടുക്കാനുള്ള പഴങ്ങളാണ്, രാജാവിന് കാഴ്ചവെക്കുന്നത് എപ്പോഴും ഒരു രാജ്യത്തെ ഏറ്റവും നല്ല സാധനങ്ങളായിരിക്കണം. അതുകൊണ്ട് അയാൾ ശേഖരിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും അധികം പോഷണുള്ളതും കേടാവാത്തതും നല്ലതുമായിരിക്കുന്ന പഴങ്ങൾ എന്താണ്, അതൊക്കെ തേടിപ്പിടിച്ച് ഒരു ദിവസം മുഴുവൻ അലഞ്ഞ് അങ്ങനെയുള്ള പഴങ്ങളെ കളക്ട് ചെയ്ത് ഒരു കൂട നിറച്ചു. രണ്ടാമത്തെ മന്ത്രി വിചാരിക്കുകയാണ്, എന്തു തന്നെയാണെങ്കിലും രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പഴവും കൊട്ടക്കണക്കിനാണ് കാഴ്ചക്കൊല വരിക. അദ്ദേഹം എന്നെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. എന്നാൽ പിന്നെ ഈ കാര്യത്തിൽ അത്രയധികം ഒന്നും നോക്കാനില്ല, പഴങ്ങൾ കൊണ്ട് നിറയ്ക്കുക, ഏറ്റവും മുകളിൽ എപ്പോഴും നല്ലത് വെച്ചിരിക്കണം, അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ പഴങ്ങൾ കൊണ്ട് ആ കൂട നിറച്ചു. അതിൽ കേടായതും ഉണ്ടായിരുന്നു, നല്ലതും ഉണ്ടായിരുന്നു, എല്ലാതും ഉണ്ടായിരുന്നു. ഏറ്റവും മുകളിൽ നല്ല പഴങ്ങൾ അലങ്കരിച്ച് വെക്കുകയും ചെയ്തു. മൂന്നാമത്തെ മന്ത്രി വിചാരിക്കുകയാണ്, രാജാവിന് പഴങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യാനില്ല, ഈ കൊട്ട നിറച്ച് കണ്ടു കഴിഞ്ഞാൽ അത് മതിയാവും. അയാൾ എന്ത് ചെയ്തു, കുറേ പുല്ലും ഉണങ്ങിയ പുല്ലും പച്ചപ്പുല്ലും മേലയും ചപ്പും ചവറൊക്കെ നിറച്ച് ഏറ്റവും മുകളിൽ കുറച്ച് നല്ല പഴങ്ങൾ ഇടയ്ക്ക് വെച്ചുകൊണ്ട് തുറന്ന് നോക്കുമ്പോൾ ആകർഷകമായ രീതിയിൽ അതിനും സെറ്റ് ചെയ്ത് വെച്ചു. പിറ്റേ ദിവസം 3 മന്ത്രിമാരും രാജാവിൻ്റെ മുന്നിൽ കൊട്ടകളുമായിട്ട് ഹാജരായി. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് ഇവരുടെ സത്യസന്ധത ഇപ്പോഴും അറിയാൻ കഴിയില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്തേക്ക്, ഒരു 1.5 മാസ കാലഘട്ടത്തിലേക്ക് ഇവരെല്ലാം തന്നെ ജയിലിലടയ്ക്കുക. ഇവർ സംഭരിച്ച ഈ പഴങ്ങൾ തന്നെയാണ് ഇവർക്കുള്ള ആഹാരം, വേറെ ആഹാരമോ വെള്ളമോ കൊടുക്കരുത് പറയും. അങ്ങനെ ഈ 3 ആളെയും 3 അറകളിൽ ജയിലടച്ചു. അതിൽ ആദ്യത്തെ നല്ല പഴങ്ങൾ രാജാവിന് വേണ്ടി കൊണ്ടുവന്ന ആൾ, അയാളെ സംബന്ധിച്ചിടത്തോളം കേടാവാത്ത പഴങ്ങൾ, അതിൽ നല്ല മൂല്യങ്ങൾ നിറഞ്ഞ ഫലഭൂയിഷ്ഠമായിട്ടുള്ള എല്ലാം നല്ല പഴങ്ങൾ മാത്രമായിരുന്നു. 1.5 മാസ കാലഘട്ടം അല്പാൽപ്പം അയാൾ ആ പഴം കഴിച്ച് തീർത്തു. കേടാവുന്ന സാധ്യതകളൊക്കെ ആദ്യം കഴിച്ചു, കേടാവാത്തത് അവസാനത്തേക്ക് കഴിച്ചു. അങ്ങനെ 1.5 മാസ കാലഘട്ടം ഫലങ്ങൾ കഴിച്ചുകൊണ്ട് അയാളുടെ ജയിലിൽ കഴിഞ്ഞു. 1.5 മാസം പുറത്ത് വന്നപ്പോൾ അയാൾ നല്ല ആരോഗ്യവാനായിട്ടും അയാളുടെ ഫാറ്റ് എല്ലാം പോയി, നല്ല ഹെൽത്തിയായി, നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റികൾ പുറത്തിറങ്ങി. രണ്ടാമത്തെ മന്ത്രി, അയാൾ അതിൽ കേടായതും നല്ലതുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നല്ല പഴങ്ങളൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ വിശപ്പും ദാഹവും സഹിക്കവയ്യാതായപ്പോൾ അയാൾ ആ മോശം പഴങ്ങൾ എടുത്ത് കഴിച്ചു. അത് കഴിച്ചതോടെ അയാൾ രോഗിയായിട്ട് 1.5 മാസം ആകുമ്പോഴത്തേക്കും കിടപ്പിലായിപ്പോയി. മൂന്നാമത്തെ മന്ത്രി, അയാൾക്കൊന്നും തിന്നാനില്ല, മേലെ ഇട്ടതായിരിക്കും 4 പഴങ്ങൾ മാത്രം. 1.5 മാസ കാലഘട്ടം ആഹാരം വെള്ളം ഇല്ലാതെ കിടന്നപ്പോൾ അയാൾ മരിച്ചില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവസാന ശ്വാസത്തിൻ്റെ വക്കിൽ വരിയായി. അങ്ങനെയായിപ്പോയി. അങ്ങനെ രാജാവ് ഈ 3 മാസം കഴിഞ്ഞപ്പോൾ 3 മന്ത്രിമാരുടെയും ആരോഗ്യസ്ഥിതി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നാമത്തെ മന്ത്രി നല്ല ആരോഗ്യവാനാണ്, രണ്ടാമത്തെ മന്ത്രി രോഗിയായി കിടപ്പിലായി, മൂന്നാമത്തെ മന്ത്രി മരണാസന്നനായിരിക്കുന്നു എന്ന്. അപ്പോൾ രാജാവ് പറയും, ആദ്യത്തെ മന്ത്രിയെ മാത്രം എനിക്കിനി മന്ത്രിയായിട്ട് മതി, ബാക്കി 2 മന്ത്രിമാരെയും മന്ത്രിപദത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു, അവർക്ക് ജീവിക്കാനുള്ളതായിരിക്കുന്ന വകുപ്പ് കൊടുത്തുകൊണ്ട് അവർ ഒഴിവാക്കി വിടാൻ. തൻ്റെ കർമ്മം ഇത് എല്ലാ മനുഷ്യന്മാരുടെയും ജീവിതത്തിൻ്റെ സ്വന്തം കർമ്മമാണ്.
രാജാവ് എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മരാജാവ് എന്ന് പറയാം. അഥവാ നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ധർമ്മരാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാൾ നിങ്ങളുടെ അടുത്ത് കണക്കെടുക്കാൻ വരികയല്ല ചെയ്യുന്നത്. നമ്മൾ ഈശ്വരന് മുന്നിൽ ചെല്ലുമ്പോൾ, സ്നേഹസാഗരനായ സർവ്വഗുണങ്ങളുടെ സാഗരമായിരിക്കുന്ന ഭഗവാന്റെ മുന്നിൽ ചെല്ലുമ്പോൾ തീവ്ര പ്രകാശത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാം വ്യക്തമായി കാണും, ഒന്നും ഒളിപ്പിക്കാനാവില്ല. അതുപോലെ തന്നെ സ്നേഹസാഗരനായ ജ്ഞാനസാഗരനായ ഭഗവാന്റെ മുന്നിൽ, സർവശക്തനായ ഈശ്വരൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതായിരിക്കുന്ന സങ്കല്പധാരകൾ പോലും ഓപ്പണാവും. അവിടെ അതിന് നമ്മൾ തന്നെ വിധി പറയത്തക്ക രീതിയിലായി മാറും. ഇതുതന്നെയാണ് ധർമ്മരാജപുരി. അല്ലാതെ ധർമ്മരാജപുരി എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാൾ നിനക്കത് വരട്ടെ നിനക്കിത് വരട്ടെ എന്ന് ശിക്ഷിക്കേണ്ട ആവശ്യം പോലുമില്ല. നമ്മുടെ ശിക്ഷ സ്വയമേവ ഏറ്റെടുക്കത്തക്ക രീതിയിലുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വീണുപോകും. അതുതന്നെയാണ് ധർമ്മരാജപുരിയുടെ രാജാവിൻ്റെ കഥ ഇവിടെ രാജാവ് എന്ന് കാണിക്കുന്നത്. രണ്ടാമത്തെ, എന്തുകൊണ്ടാണ് ജയിലിലാക്കിയെന്ന് പറയുന്നത്, ഈ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നല്ലതും ചീത്തയുമായിരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകും. ചില സന്ദർഭങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത വിധമുള്ളതായിരിക്കുന്ന ജയിലിലാക്കപ്പെട്ട പോലുള്ള സാഹചര്യങ്ങളിലും മനുഷ്യൻ കുരുങ്ങിപ്പോകും. പക്ഷേ തൻ്റെ അതുവരെയുള്ള കർമ്മം കൊണ്ട് സത്കർമ്മത്തിൻ്റെ ഫലം ശേഖരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആളുകൾ നമ്മളെ സഹായിക്കാൻ വരും പഴങ്ങളായിക്കൊണ്ട്. ഒരിക്കലും ആഹാരം കിട്ടാനില്ലാത്ത പട്ടിണി കിടക്കേണ്ട അവസ്ഥ അവർക്ക് വരില്ല. ജീവൻ നിലനിൽക്കാൻ, നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ, എത്ര മോശം സാഹചര്യത്തിനും തൻ്റെ അനുകൂല സാഹചര്യമാക്കി മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് ഫ്രൂട്ട്സ് ആക്കിക്കൊണ്ട് ജീവിതത്തെ ശക്തിശാലിയാക്കി മുന്നോട്ട് വരുന്ന വ്യക്തിത്വങ്ങളായിട്ട് അവർ മാറും. അതേസമയം തൻ്റെ ജീവിതത്തിൽ അത്തരത്തിൽ അവനവൻ്റെ ഉള്ളിൽ പോസിറ്റിവിറ്റീനെ പെറുക്കിയെടുക്കാനും നിറയ്ക്കാനും ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾ ശ്രമിച്ചില്ല എങ്കിൽ, നല്ലതും ചീത്തയുമായിട്ട് ഇടകലർന്ന ജീവിതമാണെങ്കിൽ, നോർമൽ മനുഷ്യൻ്റെ മൈൻഡ് സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു 80% വരെയും മനുഷ്യൻ്റെ ഉള്ളിൽ വ്യർത്ഥ സങ്കല്പങ്ങളാണ്, 10% നെഗറ്റീവ് സങ്കല്പങ്ങളാണ്. ഈ വേസ്റ്റിനെയും നെഗറ്റീവിനെയും മാറ്റിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരു സാഹചര്യത്തിൻ്റെ ജയിലിൽ കുരുങ്ങിപ്പോകും. ആ നെഗറ്റീവായിട്ടുള്ള സങ്കല്പങ്ങൾ നമ്മളെ പൂർണ്ണമായിട്ട് അടിമയാക്കി കളയും. അവിടെ നിന്നൊട്ട് രോഗിയായി ശോകം, രോഗം ഇതിലടിപ്പെട്ടുകൊണ്ട് ജീവിതം അതിൻ്റെ തകർച്ചയുടെ മാക്സിമത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളെയും നമുക്ക് കാണാം. മറ്റൊന്ന്, തൻ്റെ കൊട്ടയിൽ വൈക്കോലും പുല്ലും നിറച്ച് മേലെ കുറച്ച് നല്ല പഴം വെച്ച ആളുകൾ. ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മൾ അങ്ങനെയും കാണാറുണ്ട്. പുറമെ കാണുമ്പോൾ വളരെ സ്വീറ്റായിട്ടുള്ള പേഴ്സണാലിറ്റി, നല്ല ആളുകൾ, പെരുമാറും എന്ത് നല്ലതാണെന്ന് തോന്നും. പക്ഷേ ആ നന്മയുടെ മധുരം പൊതിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും തൻ്റെ ജീവിതത്തെ സഫലമാക്കാൻ നടക്കുന്ന കുറേ ആളുകൾ, അവർക്ക് ധർമ്മരാജപുരിയിൽ അഥവാ അവരുടെ കണക്ക് ജീവിതം ജയിലിലടയ്ക്കുന്ന സമയത്ത് മോശം സാഹചര്യങ്ങൾ വരുമ്പോൾ മരണാസന്നരാകുന്ന അവസ്ഥയിൽ ജീവിച്ചതും മരിച്ചതും തുല്യമാകുന്ന പോലെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. ഇത് മറ്റാരുടെയും കഥയല്ല, നമ്മുടെ തന്നെ കഥയാണ്. അതുകൊണ്ട് ഒരു കാര്യം, എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഓർമ്മിക്കണം, ഇത് കലിയുഗത്തിൻ്റെ അവസാന സമയമാണ്. ഈ സമയം കർമ്മക്കണക്ക് ഓരോരുത്തർക്കും ക്ലോസ് ചെയ്യാനുള്ള സമയമാണ്. ആ ക്ലോസ് ചെയ്യാനുള്ളതായിരിക്കുന്ന സമയത്ത് അവസാനിപ്പിക്കുന്നതിന് പകരം പുതിയ പാപത്തിൻ്റെ അക്കൗണ്ട്സിലേക്ക് നമ്മൾ പോകരുത്. പുണ്യത്തിൻ്റെ കണക്കുമായി നിങ്ങൾ മുന്നോട്ട് പോയി നോക്ക്. ഈ ജീവിതം നമുക്ക് എന്നും കഷ്ടപ്പാടുണ്ടാവില്ലെന്നൊരിക്കലും പറയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആരും തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള കർമ്മത്തിലൂടെ ജീവിച്ചു വന്നവരാരുമില്ല ഈ ഭൂമിയിൽ. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവർ ദേവതയായിരിക്കും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് മനുഷ്യനായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കുറേ പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഒക്കെ കണക്കുകളുടെ ഭാരം നമ്മുടെ ഇടയിലുണ്ട്. ആ പാപത്തിൻ്റെ അക്കൗണ്ട് ഇല്ലാതാക്കത്തക്ക രീതിയിൽ പുണ്യത്തിൻ്റെ ശേഖരിച്ചുകൊണ്ട് എന്ത് തന്നെ ജീവിത സാഹചര്യങ്ങളാകുമ്പോഴും പോസിറ്റീവായിട്ടുള്ള തോട്ട്സിലൂടെ, വേർഡ്സിലൂടെ, കർമ്മത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മന്ത്രി പദവി കിട്ടിയതുപോലെ ജീവിതത്തിൽ സുഖം, സന്തോഷം, സമൃദ്ധി അത് നമ്മളെ കാത്തിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ ആധാരത്തിലൂടെ പാപത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പുണ്യത്തിൻ്റെ അക്കൗണ്ട് നിറച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.